എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. അഡാർ ലവിലെ പാട്ട് മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് ഹൈദരാബാദിൽ പരാതി. പ്രവാചകനെ അപമാനിക്കുന്ന തരത്തിലാണ് പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പരാതിയിൽ ഒരു കൂട്ടം യുവാക്കൾ ആരോപിച്ചു. പരാതിയിൽ കേസെടുത്തുവെന്ന് പോലീസ് അറിയിച്ചു. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ഒമർ ലുലു, ഹൈദരാബാദിലെ ഫലക്നമ പോലീസ് സ്റ്റേഷനിൽ IPC 295A പ്രകാരമുള്ള കേസിലെ പ്രതിയാണ് താങ്കൾ. ഇപ്പോൾ താങ്കളുടെ കുറ്റം മതവികാരം വ്രണപ്പെടുത്തിയെന്നുള്ളതാണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തതാണ് ഞാൻ എന്ത് വികാരമാണ് വ്രണപ്പെടുത്തിയത്. കാരണം 1978 ജബ്ബാർക്കാടെ വരികൾക്ക് റഫീഖ പാടിയൊരു പാട്ടാണിത്. കാലങ്ങളായിട്ട് മലബാറിലെ എല്ലാവരും പാടി വരുന്നൊരു പാട്ട്. അത് നമ്മൾ ഒന്ന് വിഷ്വൽ ഒന്ന് പിക്ചറൈസ് ചെയ്തു. കാരണം ഇതിനു മുന്നേ എല്ലാ TV ഷോസിലും അല്ലെങ്കിൽ ഈ മാപ്പിളപ്പാട്ട് കോൺടെസ്റ്റിലും എല്ലാത്തിലും സ്റ്റേജ്സിലും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണിത്. ഇത് നമ്മൾ പിക്ചറൈസ് ചെയ്തതും ആ മോഡൽ തന്നെ. സ്റ്റേജിൽ ഒരു കൂട്ടം കുട്ടികൾ ഇത് പ്ലേ ചെയ്യണു. അപ്പോൾ അവിടെ നടക്കുന്ന കുട്ടികളുടെ ആക്ടിവിറ്റീസാണ് ഈ പാട്ടിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടിന് ഇപ്പോൾ ഈ ജബ്ബാർക്കായാലും അല്ലെങ്കിൽ റഫീഖായാലും ഒരു ആദരവായിട്ടാണ് ഞങ്ങളിത് സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ ഷാൻ റഹ്മാനെ പോലെ ഒരു മ്യൂസിഷ്യൻ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരെണ്ണം പുതിയത് റീക്രിയേറ്റ് ചെയ്താൽ പോരെ, പുതിയതൊരെണ്ണം ഉണ്ടാക്കിയാൽ പോരെ. ഇതും പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് മലയാളികൾക്ക് മനസ്സിലാകും. ഇതിപ്പോ ഹൈദരാബാദിലെ ഒരു കൂട്ടം യുവാക്കളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അവർ ഈ പാട്ടിന്റെ ട്രാൻസ്ലേഷൻ ആണ് വായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റാസ അക്കാദമി എന്ന മുംബൈയിലെ മുസ്ലിം സൊസൈറ്റിയും സമാനമായ വിധത്തിൽ അതിലെ പുരോഹിതർ ആവശ്യപ്പെടുന്നത് ഈ സിനിമയിൽ നിന്ന് ഈ പാട്ട് പിൻവലിക്കണം എന്നുള്ളതാണ്. ഞങ്ങളെ അപമാനിക്കുന്നതാണ്, പ്രവാചകന്റെ പ്രണയത്തെ വല്ലാത്ത മോശമായ തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. ഈ പാട്ട് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത ഷാൻ റഹ്മാൻ പറയട്ടെ അതിനെപ്പറ്റി. ശ്രീ ഷാൻ റഹ്മാൻ, നോക്കൂ, ഈ പാട്ട് ഇപ്പോൾ താങ്കളുടെ മ്യൂസിക്കോ മറ്റോ അല്ല പ്രശ്നം. ഇതിൻ്റെ ലിറിക്സ് ഇത് പ്രവാചകന്റെ പ്രണയത്തെ ചിത്രീകരിക്കുന്നു. ഒപ്പം ഈ സിനിമ പിക്ചറൈസ് ചെയ്തപ്പോൾ കൗമാര പ്രണയരംഗം അതിൽ വന്നിട്ടുണ്ട്. ഇവ രണ്ടുമാണ് പ്രശ്നം. അതൊരു പ്രശ്നമായി നമുക്ക് തോന്നുന്നില്ല, പക്ഷേ പ്രശ്നമായി തോന്നുന്ന ആളുകളുണ്ട്. അതിനെ അവഗണിക്കുക എന്നുള്ളതല്ലേ നല്ല കാര്യം? ആക്ച്വലി സ്പീക്കിംഗ്, ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ എന്നുള്ളത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പം ഈ പാട്ടിന് വേണ്ടിയിട്ട് ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സോങ് ആണ്. നമ്മൾ വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് ഇതൊരു ലവ് സോങ് എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുകയാണെങ്കിൽ നമുക്കിത് ഓക്കെ, നമുക്കിത് മനസ്സിലാക്കി. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് സ്റ്റേജിൽ കുറച്ച് കുട്ടികൾ ഇത് പാടുന്നു. അപ്പോൾ അതിൻ്റെ ഫോർഗ്രൗണ്ടിൽ ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നു. എങ്ങനെയുള്ള പാട്ടുകൾ പാടിക്കഴിഞ്ഞാലും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്കൂൾ ഫെസ്റ്റ് ആണെങ്കിലും എങ്ങനെയുള്ള ഫെസ്റ്റുകളാണെങ്കിലും സ്റ്റേജിൽ ഇങ്ങനെ എന്ത് പാട്ട് പാടി പലരും ഏത് പാട്ടാണ് പാടുന്നതെന്ന് ശ്രദ്ധിക്കത്തു പോലുമില്ല. അവരുടെ ആക്ടിവിറ്റീസ് ഇവിടുന്ന് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ കണ്ണിറുക്കി കാണിക്കലാണ് ഇത്ര വലിയ ഇഷ്യൂ എങ്കിൽ അത്, അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ ഓഫ് സ്റ്റേജും ബാക്ക് സ്റ്റേജിലും ഫ്രണ്ട് സ്റ്റേജിലും ഒക്കെ നടക്കുന്നുണ്ടാവും. ആക്ച്വലി ഒമർ അത് കാണിക്കാൻ ശ്രമിച്ചൊരു കാര്യം അത് മാത്രമേ ഉള്ളൂ. അതിൽ ഇങ്ങനെ ഇതൊരു സീരിയസ് ഇഷ്യൂ ആക്കി എടുക്കേണ്ട ഒരു സംഭവം ഉണ്ടോ എന്ന് പോലും എനിക്കത് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇല്ല. ഒരു നിമിഷം. ശ്രീ റഫീഖ് തലശ്ശേരി, താങ്കൾ 1978 പാടിയ പാട്ടാണ് സിനിമാ പാട്ടിൻ്റെ രൂപത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. ഞാൻ ഒരുപാട് തവണ ഈ പാട്ട് ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. മലബാറിലെ കല്യാണ സദസ്സുകളിൽ, കല്യാണ വീടുകളിൽ ഈ പാട്ട്, അതുപോലെ തന്നെ ഈ കുടുംബങ്ങളുടെ സംഗമ വേദികളിലൊക്കെ ഈ പാട്ട് ഒരുപാട് മുഴങ്ങിയിട്ടുണ്ട്. ഇത് പ്രചാരം സിദ്ധിച്ച മലബാറിൻ്റെ ഒരു മാപ്പിളപ്പാട്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ അറിയപ്പെടുന്ന ഒരു പാട്ടാണ്. ഇത് സിനിമയിൽ ഉപയോഗിച്ച സമയത്ത് അതിൽ മതനിന്ദയുണ്ട് എന്ന് ഒരു വിഭാഗം ആളുകൾ കരുതുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകളല്ല, പുറം സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് 1978 ഞാൻ തന്നെ ഇടമിട്ട് ആലപിച്ചൊരു ഗാനമാണ്. ഇത് വാസ്തവത്തിൽ ഭക്തിഗാനമല്ല, ഇത് ഒരു മാപ്പിളപ്പാട്ടാണ്. ആദരവായ നബിയുടെ വിവാഹാലോചനയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അനുവാദത്തിന് വേണ്ടി എന്നെ സമീപിച്ചപ്പോൾ ഞാനും ഇത് എഴുതിയ PMA ജബ്ബാർ സന്തോഷത്തോടു കൂടിയാണ് അത് അവർക്ക് നൽകിയത്. ഇവർ സീനിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവർ എതിർത്ത് സംസാരിക്കുന്നത്. എനിക്ക് അതിനോട് യാതൊരു യോജിപ്പുമില്ല. കാരണം ആ ചിത്രീകരണ വേളയിൽ ഞാനുണ്ടായിരുന്നു, ഉദ്ഘാടന വേളയിലൊക്കെ ഇത് നടക്കുമ്പോൾ. ആദ്യത്തെ സീനിൽ തന്നെ ഈ ഗാനമാണ്. ഇത് ഒരു സ്കൂൾ ആനുവൽ ഡേക്ക് ഒരു ഗായകൻ പാടുന്നു, സ്റ്റേജിൽ നിന്നോ പാടുമ്പോൾ സ്വാഭാവികമായിട്ടും സദസ്സിലുള്ളവർ അത് ആ പാട്ട് കേട്ടുകൊണ്ട് അവർക്ക് സദസ്സിലുള്ള ഒരു പൊതുവേ ഒരു പ്രതികരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയ ഒരാളാണിത്. പല സ്റ്റേജുകളിലും പാടുമ്പോൾ
പുറത്ത് കേൾക്കുന്ന സദസ്സുകൾക്കിടയിൽ പലതരത്തിലുള്ള എന്തായാലും പറയേണ്ടത് തീർച്ചയായും എനിക്ക് ശബ്ദത്തിൽ ചെറിയൊരു അവ്യക്തത തോന്നുന്നു. ഞാൻ അതൊന്ന് ശരിയാക്കിയതിന് ശേഷം തിരികെ വരാം. ശ്രീ ഒമർ, ഈ പാട്ട് പിൻവലിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇതിപ്പോൾ നമുക്കറിയാം, മനോഹരമായി ചിത്രീകരിക്കപ്പെട്ട ആഗോള പ്രശസ്തമായിട്ടുള്ള പാട്ടാണ്. നിങ്ങളുടെ സിനിമയെ ഇങ്ങനെ ഹൈലൈറ്റിൽ എത്തിച്ചതും ഈ പാട്ടാണ്. ഈ പാട്ട് പിൻവലിക്കണം എന്നുള്ളതൊരു ശാസനയാണ്, ഒരു ഭീഷണിയാണ്. അതിന് നിങ്ങൾ വഴങ്ങുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പാട്ടിൽ എന്താണെന്ന് വെച്ചാൽ, പാട്ട് നമ്മൾ കാലങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു പാട്ടാണ്. പിന്നെ അത് ഷാൻ റഹ്മാൻ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മെലഡിയാക്കി മാറ്റി. വിനീത് ശ്രീനിവാസൻ്റെ വോക്കൽ വന്നു. അത് വിനീത് വളരെ മനോഹരമായിട്ട് മാപ്പിളപ്പാട്ട് പറഞ്ഞ ഒരാളാണ്. വിനീത് വളരെ നന്നായിട്ട് പാടി. ഇതിൽ അഭിനയിച്ചിട്ടുള്ള കുട്ടികൾ വളരെ നന്നായിട്ട് അഭിനയിച്ചു. അത് സിനിമാറ്റോഗ്രാഫർ സൂപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തു. എല്ലാം അതും കൂടിയിട്ട് വന്നപ്പോൾ ഒരു മാജിക്കൽ ടച്ച് വന്ന ഒരു പാട്ടാണിത്. ഇത് ഇപ്പോൾ ഈ പാട്ടിന് പകരം വേറെ ഇതിലും നല്ല മെലഡി ഷാൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഷാൻ ഉണ്ടാക്കും. ഇത് മാത്രമല്ല, നമ്മൾ ഈ പാട്ട് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ട് പിന്നെ കുറേ നാൾക്ക് ശേഷം ഒരു വെഡ്ഡിങ് സെറമണിയിലാണ് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഷാൻ ഭായിയുടെ അടുത്ത് ഇത് ചോദിച്ചു. ഷാൻ ഭായ് പറഞ്ഞു, നല്ല ഇതാണ്, അവർക്കും കൊടുക്കാൻ പറ്റാവുന്ന നമുക്കൊരു ആദരവാണ് ഈ സോങ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. അതിന് പകരം നമുക്ക് വേറെ പാട്ട് ചൂസ് ചെയ്താലും മതി. ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഇതൊന്നുമില്ലാണ്ട്, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇതൊന്നുമില്ലാണ്ട് ഇതിലും കൂടുതൽ വ്യൂസ് അടിച്ച് നിൽക്കുന്നുണ്ട് ജിമിക്കി കമ്മൽ അല്ലേ? അപ്പോൾ അങ്ങനത്തെ വേറെ ഏതെങ്കിലും ഒരു പാട്ട് ചെയ്താലും മതി. നമ്മൾ ഇവർക്കും കൂടിയിട്ട് ഇതൊരു ആദര സൂചകമായിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യത്തിലൊന്നും എതിരഭിപ്രായമില്ല. ഇതിപ്പോ കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളുകൾ കൊടുക്കുന്ന പരാതിയാണ്. ആ പരാതിക്ക് ആ വിലയല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള അസഹിഷ്ണുതയൊന്നും ആരും വില കൽപ്പിച്ചിട്ടുമില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ പ്രശ്നമില്ലല്ലോ. അല്ല, കേരളത്തിൽ പ്രശ്നമല്ല, പക്ഷെ അന്യ സംസ്ഥാനത്ത് ഇതൊരു പ്രശ്നമാക്കി മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു വിഭാഗം. അതിന് ഞങ്ങൾക്കിപ്പോൾ തടയിടാന്ന് ഞങ്ങൾ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ടത്. കാരണം എന്താണ് ചെയ്യുന്നത്? ഞാൻ അതിന്റെ തീരുമാനം, ഷാൻ റഹ്മാൻ താങ്കളുടെ പാട്ടാണ്, താങ്കൾ കമ്പോസ് ചെയ്ത പാട്ട് എന്ന് തന്നെ പറയാം. സിനിമയിലെ പാട്ട് താങ്കളുടേതാണല്ലോ. എന്താണ് റീവർക്ക് ചെയ്യാനുള്ളത്? ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലിനിപ്പം റീവർക്ക് ചെയ്യാനോ, ഇപ്പം ഇതിൻ്റെ ട്യൂൺ മാറ്റുക എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ഒറിജിനൽ കമ്പോസറോട് ചെയ്യുന്ന അനീതിയാണ്. ഓക്കെ, നമുക്ക് ഈ ട്യൂൺ ആസിറ്റസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലിറിക്സ് മാത്രം മാറ്റുക എന്ന് പറയുന്നത് പറഞ്ഞാൽ അത് ജബ്ബാർക്കയോട് ചെയ്യുന്ന ഒരു അനീതിയാണ്, അതിൻ്റെ ലിറിസിസ്റ്റിനോട്. അപ്പം നമുക്കിപ്പോൾ ആരെയും ഹേർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലില്ല. ഓക്കെ, നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് എല്ലാവരും നിന്ദിക്കുന്ന ഒരു പാട്ടുണ്ടാക്കാം, അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഇതിപ്പോൾ നമ്മളെ ബാധിക്കുന്ന, നമ്മളിപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. യൂട്യൂബിൽ നമ്മൾ ഈ വീഡിയോ റിമൂവ് ചെയ്യുമ്പോൾ ഇത് നമ്മളെ ആരും ബാധിക്കുന്ന കാര്യം. ഇപ്പോൾ ഒമറിനെ ബാധിക്കില്ല, കാരണം ഈ പടത്തിൽ വേറെ 8 പാട്ടുണ്ട്. എന്നെ ബാധിക്കില്ല, ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. ഔസഫ് ബച്ചൻ സാറിന് ഇത് ബാധിക്കില്ല. ബാധിക്കാൻ പോകുന്ന 2 ആളുകളേ ഉള്ളൂ, ഇതിൻ്റെ ഒറിജിനൽ കമ്പോസറും ഇതിൻ്റെ ഒറിജിനൽ ലിറിസിസ്റ്റും. അവർ നമ്മളോട് സംസാരിക്കുന്ന വെച്ചാൽ അവർക്കൊരു പുനർജീവിതം കിട്ടിയ പോലെയാണ്. ഇഷ്ടംപോലെ പേര് അവരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, അവർക്കൊരു പ്രശ്നവുമില്ല. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, നമുക്കിപ്പോൾ ആരുടെയും ബേസിക്കലി നമുക്ക് പ്രശ്നങ്ങൾ വേണ്ട, നമുക്ക് വെറുപ്പ് വേണ്ട, നമുക്കെല്ലാം സമാധാനപരമായിട്ട് നീങ്ങിയാൽ മതി. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും ആ വീഡിയോ, ഇത്രയും വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ നമ്മൾ എന്തായാലും റിമൂവ് ചെയ്യാൻ തന്നെയാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ റിമൂവ് ചെയ്യാണെന്ന് പറഞ്ഞാൽ ആ പാട്ട് ആ സിനിമയിലും ഉണ്ടാവില്ല. അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഡിസിഷനാണ്. കാരണം സമീപകാലത്ത് ജിമ്മിക്കി കമ്മലിന് ശേഷം മലയാളത്തിൽ നിന്ന് ആഗോള തലത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. മലയാള ഭാഷ ഒരു തരത്തിലും മനസ്സിലാകാത്ത ആളുകൾ ആസ്വദിക്കുകയാണ് ഈ പാട്ട്. ഒപ്പം അതിലെ ചിത്രീകരണങ്ങൾ, നടിയുടെ വിങ്കിങ്, നടന്മാരുടെ പെർഫോമൻസ്, എന്തൊരു നോൺസെൻസ് ആണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. സീരിയസ്ലി. അല്ല, ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഈ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു ടാഗ് ബേസിക്കലി നമ്മുടെ സിനിമയ്ക്ക് വേണ്ട. അല്ല, ആരും മതവികാരം വ്രണപ്പെടുത്തി? അല്ല, നമ്മൾ കേരളത്തിൽ റിലീസ് ചെയ്യേണ്ട സിനിമയാണല്ലോ. അല്ലല്ല, നമ്മളത് വ്രണപ്പെടുത്തി എന്നല്ല പറയുന്നത്. ഇപ്പൊ അതിന് അങ്ങനെ ഒരു ടാഗ് ഉണ്ട്, ഈ പാട്ടിന് അങ്ങനെ ഒരു ടാഗ് ഉണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല ഈ പാട്ട്. അതൊരു ഭീരുത്വമല്ലേ?
ഹൈദരാബാദിലുള്ള ആരോ ചില ആളുകൾ അവർക്ക് കേവലമായ പ്രശസ്തിക്ക് വേണ്ടിയായിരിക്കാം ഈ പരാതി കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു പരാതി കൊടുത്തു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഈ പാട്ട് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ, അതെങ്ങനെയാണത് ശരിയാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, അതായത് ഞാനിപ്പോൾ അവിടെ വിളിച്ച് നമ്മുടെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ ഇത് മൊത്തം മുസ്ലിംസിൻ്റെ ഇടയിലേക്ക് അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈദരാബാദ് ആയാലും ബോംബെയിലായാലും ഒക്കെ അവിടെയൊക്കെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ മതി. ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്ത ഒരു സംഭവം ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത എക്സ്റ്റെൻഡിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇപ്പോൾ നോക്കൂ, പത്മാവതിനെതിരെ എത്ര വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു, ആത്മഹത്യകൾ അതിന്റെ പേരിൽ നടന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. സിനിമ 200 crore കളക്ട് ചെയ്ത് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ സഞ്ജയ് ലീല ബൻസാലി വിചാരിച്ചില്ല ഞാൻ എന്നാൽ പിന്നെ ഇത് പിൻവലിച്ചേക്കാമെന്ന്. എന്താണ് അതിന്റെ കാര്യം? ഇത് വിശദീകരിച്ചാൽ പോരെ? ഇപ്പം മുസ്ലിം മതവിഭാഗത്തിലെ പണ്ഡിതന്മാർക്ക് മനസ്സിലാകാത്തതല്ലോ കേരളത്തിലുള്ള പ്രമുഖ സംഘടനകളൊന്നും, സുന്നി സംഘടനകളോ സലഫി സംഘടനകളോ ഈ പാട്ടിനെയോ ഇതിന്റെ ചിത്രീകരണത്തെയോ എതിർത്തതായി എൻ്റെ അറിവിലില്ല. അല്ല, ഇവിടെയും കുറച്ച് അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഉണ്ട്. അതല്ലാതെ സംഘടനകളോ പ്രസ്ഥാനങ്ങളോ ഒന്നും ഇത് ഏറ്റെടുത്തിട്ടില്ല. കുറച്ച് ഉസ്താദുമാരുടെയൊക്കെ വീഡിയോസ് വന്നു തുടങ്ങി പേടിക്കുന്നു. ഔസേപ്പച്ചൻ, താങ്കൾ നിർമ്മാതാവാണ്. ഇപ്പോൾ ഞാൻ റാസ അക്കാദമിയിൽ നിന്ന് മനസ്സിലാക്കിയത് അവർ സെൻസർ ബോർഡിന് എഴുത്തു കൊടുക്കാൻ പോവുകയാണെന്നാണ്. ഈ പാട്ട് ഉള്ള സിനിമയ്ക്ക് അനുമതി കൊടുക്കരുത് എന്ന്. നിയമ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന പേടിയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയധികം കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പാട്ട് പിൻവലിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതുകൊണ്ടൊന്നും അല്ല. നമ്മുടെ ഒരു പോളിസി ഉണ്ട്. അതായത് ആർക്കെങ്കിലും ഒരു ചെറിയ വേദനയുണ്ടെങ്കിൽ അതിൽ പിന്നെ തുടർന്ന് നിൽക്കണ്ട. ആർക്കും വേദനിച്ചുകൊണ്ടുള്ളൊരു സാധനം നമുക്ക് വേണ്ട. പിന്നെ സങ്കടമുണ്ട് ഇങ്ങനെയാണെങ്കിൽ. കാരണം എനിക്കൊന്നും ഈ പാട്ടിനെപ്പറ്റി ഒന്നും അറിയത്തോലുമില്ല. പക്ഷേ എന്നെപ്പോലെ അറിയാത്ത ഒത്തിരി പേര് ഇത് അറിഞ്ഞു. അത് നഷ്ടപ്പെടുന്നതിൽ സങ്കടമുണ്ട്. എത്രയോ പേര് അറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുതിയ തലമുറയ്ക്കൊന്നും ഇത് അറിയത്തുപോലും ഇല്ലായിരുന്നു. അതിപ്പോൾ അറിഞ്ഞു, നല്ല ഇതായി. പക്ഷെ അതൊക്കെ പോകുന്നതിലൊരു സങ്കടമുണ്ട്. എല്ലാവരും പാടി തുടങ്ങി. പക്ഷേ പിന്നെ അങ്ങനത്തെ സങ്കടം. പിന്നെ സിനിമയെ സംബന്ധിച്ച് ഇനി 9 പാട്ടോളം ഉണ്ട്. പക്ഷേ ഈ പാട്ടായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. ഈ പാട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിനേക്കാളും ശ്രദ്ധിക്കപ്പെടുന്ന പാട്ട് നമ്മുടെ അത് സിനിമ മേക്കേഴ്സിനെ സംബന്ധിച്ച് അവരുടെ കോൺഫിഡൻസ് ആണ്. ഓക്കെ, ആവട്ടെ. ശ്രീ ഒ അബ്ദുള്ള, നോക്കൂ, മതമൗലികവാദികളുടെ ഭീഷണിയെ തുടർന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കഴിഞ്ഞ 3 ദിവസമായി കേരളം എന്നല്ല ഇന്ത്യ ആകെ മൂളിക്കൊണ്ട് നടന്ന ഒരു പാട്ട് പിൻവലിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ആ സിനിമയുടെ പ്രവർത്തകർ എത്തിച്ചേരുകയാണ്. ഈ നിമിഷം അവരത് തുറന്നു പറയുകയാണ് ഈ പരിപാടിയിൽ. ഇത് ഞെട്ടിക്കുന്നതല്ലേ? കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഇതിന്റെ ഉത്തരവാദിത്വമുണ്ടോ? ഇത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ എവിടെയെങ്കിലും ഒരു കോണിലെങ്കിലും വേദനിപ്പിക്കുകയോ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? യാതൊന്നും ഇല്ലെന്ന് മാത്രമല്ല, ആ പാട്ട് പിൻവലിക്കുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തും. അതെങ്ങാനും പിൻവലിക്കുകയാണെങ്കിൽ മുസ്ലിം എലൈറ്റിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. കാരണം അതിന്റെ ഏത് അക്ഷരം, ഏത് വരി, ഏത് എടുത്ത് പരിശോധിച്ചാലും മതത്തിനോ ഇസ്ലാമിനോ മുഹമ്മദ് നബിക്കോ അദ്ദേഹത്തിന്റെ ഭാര്യക്കോ എതിരാകുന്ന ഒരു വാചകം, ഒരു വാക്ക് പോലും അതിലില്ല. ഞാൻ ഇന്ന് ഈ പാട്ട് നിരവധി തവണ ശ്രദ്ധിച്ചു. ഞാനത് കേട്ടു. എൻ്റെ LP സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, എൻ്റെ മരുമകളാണ്, എനിക്കത് പേരക്കുട്ടിയാണ് എനിക്കത് പാടിത്തന്നത്. അതിന് പറയാനുള്ളതാണെങ്കിൽ പിന്നെ മോഹിച്ചു, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു എന്ന് പറയുന്ന ഒരു പ്രവാചകനല്ല. പ്രവാചകൻ പ്രേമിച്ചു എന്നാണ് നമ്മളുടെ വിഷയമെങ്കിൽ അത് പറയുന്നത് ഖദീജ ബീവി പ്രേമിച്ചു എന്നാ. ഖദീജയുടെ, പ്രവാചകന്റെ പത്നിയുടെ മനസ്സിലാണ് മോഹമുദിക്കുന്നത്, പ്രവാചകന്റെ മനസ്സിലല്ല. ഇനി പ്രവാചകന്റെ മനസ്സിലാണെന്ന് തന്നെ വെക്കുക. പ്രവാചകനാകുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അദ്ദേഹത്തിന് 25 വയസ്സുള്ളപ്പോൾ മാത്രമാണ്. അന്ന് അദ്ദേഹം പ്രവാചകനല്ല. 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രവാചകനാകുന്നത്. ഈ 25ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രവാചകനാവാത്ത അദ്ദേഹത്തിന്റെ മനസ്സിലല്ല മോഹമുദിക്കുന്നത്, ഖദീജയുടെ മനസ്സിലാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രവാചകനായതിനു ശേഷവും ഈ യാഥാസ്ഥിക വിഭാഗം പറയുന്നതായ ഖുർആൻ വ്യാഖ്യാനം അനുസരിച്ച് സൈനബ് എന്ന പേരായ അതിസുന്ദരിയായ അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ വളർത്തുപുത്രനായ സെയ്ദിന്റെ ഭാര്യ സൈനബിനെ പ്രവാചകന് കല്യാണം കഴിക്കണമെന്ന മോഹമുണ്ടായി. പക്ഷേ അത് ആളുകൾ അതിനെപ്പറ്റി വിമർശിക്കുമെന്ന് തോന്നി അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ
നിന്റെ മനസ്സിൽ സൈനബിനെ കല്യാണം കഴിക്കണമെന്നുള്ള മോഹമുണ്ടായിരുന്നു, പക്ഷെ നീ അത് മറച്ചു വെച്ചു. അല്ലാഹു മുബ്ദീഹി, അള്ളാഹു അത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സെയ്ദിനെ കൊണ്ട് വിവാഹമോചനം നടത്തിച്ച് ആ സ്ത്രീയെ, അതായത് സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തിയതിനു ശേഷം മുഹമ്മദ് നബി അദ്ദേഹത്തെ അവരെ വിവാഹം കഴിക്കുന്നു. അപ്പം പ്രവാചകനായാലും മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ആകാമെന്നാണ് ഈ പറയുന്ന വിഭാഗം ആ തഫ്സീർ അനുസരിച്ച്. അപ്പൊ ഇതെല്ലാം പാടുണ്ടെങ്കിൽ വേണ്ട. മോസസ് പ്രവാചകൻ, മൂസാ നബി എന്ന് പറയുന്ന മൂസാ നബി പെൺകുട്ടികൾ വെള്ളം മുക്കുന്നിടത്ത് ചെന്ന് കിണറിന്റെ അടുത്ത് വലിയ തിക്കുണ്ടായപ്പം അവിടെ നിന്നിട്ട് ഇദ്ദേഹം വളരെ ശക്തനായ മോസസ് എന്ന് പറയുന്ന മൂസ അദ്ദേഹം 2 പെൺകുട്ടികൾക്ക് വെള്ളം മുക്കി കൊടുത്തു. തിരക്കിനിടയിൽ ഈ കുട്ടികൾ അവരുടെ പിതാവിനടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാൾ വെള്ളം മുക്കി തന്നു, അദ്ദേഹത്തിന് നിങ്ങൾ ഇവിടെ വീട്ടിൽ വേലക്ക് നിർത്തണം, ഇന്ന കവിജുൻ അമീൻ, നിങ്ങൾക്ക് വെള്ളം മുക്കി ഞങ്ങൾക്ക് വെള്ളം മുക്കി തന്ന ആ മനുഷ്യൻ നല്ല ശരീരബലമുള്ളവനാണ്, നല്ല വിശ്വസ്തനാണ്. അപ്പൊ മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ ഇത് ആവാൻ പാടുണ്ടെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സംഭവത്തിൽ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ മതപണ്ഡിതന്മാർ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വലഖദ് ഹമ്മ ബിഹി വഹമ്മത് ബിഹാ, അങ്ങോട്ടും ഇങ്ങോട്ടും കാമിച്ചു പ്രേമിച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇങ്ങനൊക്കെ പാടുണ്ടെങ്കിൽ ഖദീജ ബീവി എന്ന് പറയുന്നതായ ഒരു സ്ത്രീക്ക് അന്ന് നബിയുടെ ഭാര്യ ആയിട്ടില്ല, നബിയുമായിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാ ഇതിന് എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വിഭാഗം ഇത്തരത്തിലുള്ളതായ പ്രതിഷേധം പിന്നെ മുഴക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെയൊക്കെ ഈ വയലുകളിലും മതപ്രഭാഷണങ്ങളിലും എന്തെല്ലാം വൃത്തികേടാണ് ഇവർ പറയുന്നത്. പ്രവാചകനെ പറ്റി മൊയ്യദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു, ഒരു സൂഫി. അദ്ദേഹത്തിന് ദൈവത്തെക്കാൾ കഴിവുണ്ട്. ദൈവം അദ്ദേഹത്തോട് ചോദിച്ച എല്ലാ കാര്യം പറയും. ഒക്കെ പോട്ടെ, നമ്മൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായിട്ട് എന്താ അവരുടെ അനുയായികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? കാന്തപുരം ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ടാണ്. ഇതിനേക്കാൾ വലിയ അനാവശ്യം എന്തെങ്കിലും അസംബന്ധം എന്തോ. ശരി, അതാണ് താങ്കളുടെ പൊതുപ്രതികരണം. എനിക്ക് മനസ്സിലാകും ശ്രീ ഒ അബ്ദുള്ള, താങ്കളുടെ വികാരവും താങ്കളുടെ നിലപാടും. ശ്രീ ഫക്രുദ്ദീൻ അലി, അസഹിഷ്ണുതയെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. പത്മാവതിൻ്റെ കാര്യത്തിൽ, സെക്സി ദുർഗയുടെ കാര്യത്തിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ ഹിറ്റായ ഒരു പാട്ടിനെതിരെ ഒരു പ്രശ്നം വരികയും ആ പാട്ട് തന്നെ പിൻവലിക്കാമെന്ന തീരുമാനത്തിലേക്ക് അതിൻ്റെ അണിയറ പ്രവർത്തകർ എത്തുകയും ചെയ്ത സാഹചര്യമാണ് ഇത് എന്നോർക്കണം. ഇത് നമ്മുടെ നാട്ടിൽ അനുവദിക്കപ്പെടാൻ പാടുണ്ടോ? ഒരു കലാസൃഷ്ടി ഏതാനും വിരലിലെണ്ണാവുന്ന ആളുകളുടെ താൽക്കാലിക പ്രശസ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ അവമതിക്കപ്പെടേണ്ടതാണോ? അല്ല, അതിന് മുമ്പ് 2 കാര്യം പറഞ്ഞോട്ടെ. ഒന്നാമത്തെ കാര്യം, അബ്ദുള്ളക്കയും ഞാനും പല ചർച്ചകളും ശക്തമായി ഞങ്ങളുടെ നിലപാടുകൾ പുറത്ത് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാന്തപുരമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വെച്ച് അബ്ദുള്ളക്ക റിയലി കിടുവായിരുന്നു, തകർത്ത് കളഞ്ഞു. കാരണം ഞാനൊക്കെ പറയുന്നതിന്റെ 100 ഇമ്പാക്റ്റ് ആണ് അബ്ദുള്ളക്ക ഈ കാര്യം പറയുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ അഭിലാഷ്, എനിക്ക് തോന്നുന്നു ചങ്സിന്റെയും ഹാപ്പി വെഡിങ്ങിന്റെയും ഡയറക്ടർ അല്ലേ ഇദ്ദേഹം? അതെ, ഞാൻ കൺഫർമേഷൻ വേണ്ടി ചോദിക്കുകയാണ്, കാരണം ചെക്ക് ചെയ്തിട്ടില്ല. അതെ, അങ്ങനെ ഓക്കെ. ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഞാൻ കണ്ട ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇഷ്ടമല്ല എന്നുള്ള പാട്ട്, ഇങ്ങനെ മുമ്പുള്ള പാട്ടുകൾ എടുത്തുകൊണ്ട് അത് പുതിയൊരു അതിന്റെ ദൃശ്യാവിഷ്കാരം കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ ശൈലിയാണ്. ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. എസ്പെഷ്യലി ഹാപ്പി വെഡിങ്ങിലൊക്കെ ആളുകൾ, പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ ഈ പാട്ട് ഈ രീതി പാടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ അവതരിപ്പിച്ച പോലെ അതിന്റെ പിക്ചറൈസേഷൻ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ശൈലി, ആ രീതി അദ്ദേഹം വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. അത് ഇടയ്ക്ക് വെച്ച് കളയുന്നത് മോശമാണ്. അബ്ദുള്ളഖാന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. 2, ഈ പറയുന്ന ആളുകൾ സത്യത്തിൽ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഇവർ തന്നെ. എത്രമാത്രം കാരുണ്യത്തെ പറ്റി, സ്നേഹത്തെ പറ്റി, സമാധാനത്തെ പറ്റി പറയുന്ന ഒരു മഹത്തായ മതമാണ് ഇത്. ഈ ഹൈദരാബാദിലുള്ള ആളുകൾക്ക്, അഹമ്മദാബാദിലുള്ള ആളുകൾക്ക് ഇത് തന്നെയാണ്. കണ്ടതിന് മൊത്തം അയ്മാന കേസിന് ഇപ്പോൾ പെണ്ണുങ്ങൾ തട്ടണോ, വിദ്യാഭ്യാസം കിട്ടണോ, നമ്മളെ ഒരു 20-50 വർഷം മുമ്പ് സെറ്റിൽ ചെയ്ത വിഷയങ്ങൾ ഇപ്പോൾ എടുക്കുക, എന്നിട്ട് വിവാദം ഉണ്ടാക്കുക. ഈ കേരളത്തിലാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത, ഞങ്ങളൊക്കെ നല്ല വിശ്വാസികളാണ്, മുത്തുനബി ഞങ്ങളുടെയും ഹൃദയത്തിന് തുടിപ്പാ, ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത വികാരം ഇവനൊക്കെ എങ്ങനെയാ? ഞാൻ അറിഞ്ഞൂടായിട്ട് ചോദിക്കുക. ഇവനാരാ കേരളത്തിൽ മുസ്ലിങ്ങളെ കാര്യം തീരുമാനിക്കാൻ? അവിടെ ഇസ്ലാം എത്തുന്നതിന് മുമ്പ് പ്രവാചകന്റെ കാലത്ത് ഇസ്ലാം എത്തിയ സ്ഥലമാണ് ഇവിടെ. ആ അർത്ഥത്തിലാണ് കുറച്ചുകൂടി പ്രവാചകന്റെ അടുത്തേക്കുന്ന ആളുകളാണ് നമ്മൾ. ആ നമ്മക്കില്ലാത്ത ഈ പറഞ്ഞ തുടിപ്പ് ഇവനെ എവിടുന്ന? ഇതിന് പിന്നിൽ അഭിലാഷ് ഇതൊന്നും അല്ല കാരണം. എങ്ങനെയാണോ കർണി സേന BJPക്ക് വേണ്ടിയിട്ട് ആ ഒരു പത്മാവതി സിനിമയെ സബോട്ടാഷ് ചെയ്യാൻ ശ്രമിച്ചത് കുറച്ചു കാലത്തേക്ക്, അതുപോലെ ഇവിടെ ഇപ്പോൾ കർണാടകയിൽ ഇലക്ഷൻ നടക്കാൻ പോകുകയാണ്. അവിടെ ഒവൈസി എന്ന് പറഞ്ഞ ചങ്ങായിണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഈ വർഗീയ വിഷമം ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് അയാൾക്ക് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യണം. ആ മഹാരാഷ്ട്ര അയാൾക്ക് 2 സീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കർണാടകയിൽ ഇങ്ങനെ നിരന്തരം വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗം തന്നെ ആയിരിക്കും ഇത്. പിന്നെ നേരത്തെ സംവിധായകൻ പറഞ്ഞത് ശരി, ഹൈദരാബാദ് ഇതൊക്കെ വളരെ പെട്ടെന്ന് കത്തുന്ന സ്ഥലമാണ്.
ഹൈദരാബാദിനെ പറ്റിയും കോഴിക്കോടിനെ പറ്റിയും സ്റ്റഡി നടത്തിയിട്ടുണ്ട് ആശുതോഷ് വാസുടി. മൂപ്പര് പറഞ്ഞാൽ കോഴിക്കോട് വർഗീയ കലാപം ഉണ്ടാകില്ല, അത് ശക്തമായ ഒരു സിവിൽ സൊസൈറ്റി ഉണ്ട്. എന്നാൽ ഹൈദരാബാദിൽ എളുപ്പം ഇതുണ്ടാവാൻ സാധ്യത ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ അവിടെ സിവിൽ സൊസൈറ്റി അത്ര സ്ട്രോങ് അല്ല. അപ്പം ഇത് പുറത്തുള്ള ആളുകൾ, ഇസ്ലാമിനെ നാണം കെടുത്തുന്ന ആളുകളും ഇസ്ലാമിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളും തമ്മിലുള്ള പോരാട്ടമാണ്. ആ സംവിധായകനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം. അബ്ദുള്ളക്കാരുടെ സപ്പോർട്ട് പോലെ എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ട. പിന്നെ നിങ്ങൾ എന്തിനാ ഇത് പിൻവലിക്കുന്നത്? നിങ്ങൾ പിൻവലിച്ചതാണ് ഞങ്ങൾക്ക് വിഷമം, അത് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, അതാണ് ശ്രീ ഒമർ. ഞാൻ ഈ ചർച്ച സംഘടിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ മുസ്ലിം സംഘടനകളുടെയും പ്രതിനിധികളുമായി അവരോട് ചർച്ചയ്ക്ക് വരുമോ എന്ന് ചോദിക്കാൻ വിളിച്ചിരുന്നു. പലരും ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഇല്ല. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഇങ്ങനൊരു നിലപാട്, അതായത് ഈ പാട്ട് പ്രവാചകനെ നിന്ദിക്കലാണ് എന്ന നിലപാടെടുത്തിട്ടില്ല. സുന്നികൾക്ക് 2 പ്രമുഖ സംഘടനകളുണ്ട്, സമസ്ത കേരള, ജമിയത്തുൽ ഉലമയുടെ 2 വിഭാഗങ്ങൾ. ഈ 2 സംഘടനകളും ഇത് പ്രവാചക നിന്ദയാണ് എന്ന നിലപാടെടുത്തിട്ടില്ല. മുജാഹിദ് വിഭാഗങ്ങൾ എടുത്തിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമി എടുത്തിട്ടില്ല. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഇത് പ്രവാചക നിന്ദയാണെന്നോ ഇത് മതനിന്ദയാണെന്നോ ഉള്ള നിലപാടെടുത്തിട്ടില്ല. ഒറ്റപ്പെട്ട വ്യക്തികൾ ഇന്റർനെറ്റിൽ കമന്റ് രൂപേണ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടാകും. അത് വളരെ ഫ്രിഞ്ച് ഗ്രൂപ്പ് അല്ലേ? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? അല്ല, ഇത് പേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോളേജിൽ, ഇപ്പം ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കോളേജിൽ ഇതിങ്ങനെ ഒരു മാസ് പെറ്റീഷൻ രൂപത്തിൽ ഇവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അതായത് ഇത് മലയാളത്തിലുള്ള പാട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ഇതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് ഒരു 3 ദിവസം അല്ലേ, ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് ഇപ്പോൾ പ്രശ്നങ്ങൾ മാറി എല്ലാം ഒന്ന് ക്ലീൻ ആവുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല അല്ലേ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ലോകം മുഴുവൻ കണ്ട് എല്ലാവരും, അതായത് ഇപ്പോൾ കേരളത്തിൽ എല്ലാ വിഭാഗങ്ങളും ഈ പാട്ട് പാടി തുടങ്ങി. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രം നിന്നിരുന്ന ഒരു പാട്ട് എല്ലാവരും ഏറ്റ് പാടി. അപ്പോൾ അത് ഇപ്പോൾ ഔസേപ്പ് ബച്ചൻ സാറുണ്ട്, ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ കാറിൽ ഇപ്പോൾ ഫുള്ള് പോകുമ്പോൾ ഈ പാട്ടാണ്. അതാണ് നമ്മളൊക്കെ ഇപ്പോൾ അറിഞ്ഞതാണല്ലോ പുതിയതായിട്ട്. എന്നെ ഒത്തിരിയോ പേര് പുതിയതായിട്ട് അതൊക്കെ പോകുന്നൊരു സങ്കടമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ലോകം മുഴുവൻ ഇത്രയും 15 ലക്ഷം പേരോ 20 ലക്ഷം പേരോ ഇത്ര കണ്ടില്ലേ, അതിൽ ഒരാൾ വേദനിച്ചെങ്കിൽ വേണ്ടെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അല്ല, ഒരു കലാസൃഷ്ടി അങ്ങനെ കാണേണ്ടതുണ്ടോ ഷാൻ? താങ്കൾ ചെയ്യുന്ന നിരവധി പാട്ടുകളുണ്ട്, അത് ചില ആളുകൾക്ക് ഇഷ്ടമാവില്ലായിരിക്കും. ഇഷ്ടമാവുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ ഇഷ്ടമാവില്ല ചില ആളുകൾക്ക് എന്നുള്ളത് ഒരു കലാസൃഷ്ടി പിൻവലിക്കാനുള്ള കാരണമാകുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഇത് ഇപ്പം വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, നമ്മളിത് മൈൻഡ് പോലും ചെയ്യില്ല. ഇപ്പം ഇപ്പം നമ്മുടെ പുറത്തുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടാഗ് എന്ന് പറയുന്നത് മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിസിഷനെ പറ്റി ആലോചിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മളത് ആലോചിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഒന്നും ഇത് ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു വീഡിയോ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈവൻ സിനിമയും ഒരു രീതിയിൽ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം സിനിമയ്ക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടേണ്ട പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പം ഇതിൽ ഇനിയും 8 പാട്ടുകളുണ്ട്. 8 പാട്ടുകൾക്ക് കൂടിയിട്ട് ഇപ്പം ചിലപ്പോൾ ഇത്രയും വ്യൂസ് വരില്ലായിരിക്കും. പക്ഷെ എന്തായാലും നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. വേറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ വരാൻ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതിൽ ഇപ്പൊ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആകെ ഷാൻ അങ്ങനെ ഇതാവണതല്ല. കാരണം ജിംകി കമലിനെതിരെയും ഇങ്ങനെ കുറെ ജിംകി കമലിന്റെ സമയത്തും ഇതുപോലെ വന്നായിരുന്നു. പക്ഷെ മതവികാരം ഇല്ല. മതവികാരം ഞാനതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു കാരണമാണ് പറയുന്നതെങ്കിൽ നമ്മളിത് മൈൻഡ് ചെയ്യാനേ പോണില്ല. ഇത് ഇങ്ങനെ ഒരു ടാഗ് നമ്മുടെ ഒരു പടത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പക്ഷേ ഈ സിനിമയുടെ മാർക്കറ്റ് കേരളമാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഇങ്ങനെ ഒരു നിലപാടെടുത്തതായി എനിക്കറിവില്ല, നിങ്ങൾക്കും അറിവില്ലല്ലോ. ഇല്ല, അതും ശരിയാണ്. നമുക്ക് ഈ ചില പേഴ്സണൽ മെസ്സേജസ് ഇങ്ങനെ വരുന്നു എന്നല്ലാതെ, അതായത് വേറെ പാട്ടൊന്നും കിട്ടിയില്ലേ എന്നും പറഞ്ഞിട്ടുള്ള പല പല മെസ്സേജുകൾ വരുന്നു എന്നല്ലാതെ ഈ പറഞ്ഞ പോലെ വേറെ നമ്മുടെ നാട്ടിലെ സംഘടനകളൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇതിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ഇവരെല്ലാവരും സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആക്ച്വലി കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പേഴ്സണലി വിചാരിച്ചത് എല്ലാവരും നമുക്കെതിരാണെന്നുള്ള ഒരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആക്ച്വലി ഇവിടെ എല്ലാവരുടെയും സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ധൈര്യം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അത് കേട്ടോണ്ട് ഇതേ ഒമർ ഭായി എന്നോട് പറയായിരുന്നു, നമുക്കൊരു കാര്യം ഇന്നൊന്നും പിൻവലിക്കേണ്ട, നമുക്കൊരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പിൻവലിക്കാം, അതാ നല്ലത്. മൊത്തത്തിൽ എല്ലാവരുടെയും ബാക്കപ്പ് നമ്മുടെ കാരണം ഞങ്ങൾ ശരിക്കും ഭയപ്പെട്ടു. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ പിന്നെ അത് കഴിഞ്ഞ് വാട്സപ്പിൽ മൊത്തം ഇങ്ങനത്തെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ ഇത് ഏത് രീതിയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ആരെ എന്തിനു ഭയപ്പെടണം? ശ്രീ റഫീഖ് തലശ്ശേരി, ഈ പാട്ട് ഒരുപാട് പേർ പാടിയിട്ടുണ്ട്. എരഞ്ഞോളി മൂസ അടക്കമുള്ള ആളുകൾ പാടിയിട്ടുണ്ട്, താങ്കൾ പാടിയിട്ടുണ്ട്, പലരും താങ്കളുടെ അനുവാദത്തോടെയും അല്ലാതെയും ഒക്കെ ഓരോരോ സന്ദർഭങ്ങളിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അന്ന് കേരളത്തിൽ ഇങ്ങനെ ഇതിപ്പോൾ പ്രവാചകനെയോ പ്രവാചക പത്നിയെയോ അപമാനിക്കുന്നതാണ് എന്ന തരത്തിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ?
ഒരിക്കലുമില്ല. ഒരു സ്റ്റേജിൽ നിന്നും ഒരു ഗായകൻ മനോഹരമായ നിലയിൽ ഒരു ഗാനം ആലപിക്കുമ്പോൾ സ്വാഭാവികമായും സദസ്സിലുള്ളവരിൽ ചിലർ അതിൽ മുഴുകും. അങ്ങനെയുള്ളവർ അവരുടെ മനസ്സുകളിൽ സ്നേഹവും ഇഷ്ടവും പ്രേമവുമൊക്കെ അവർ ജീവിതത്തിൽ നോക്കി കണ്ടാലോ സങ്കല്പിച്ചാലോ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? കഴിയില്ലല്ലോ. അതുപോലെ ഈ എത്രയോ സിനിമകളിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് മയ്യത്ത് കൊണ്ടുപോകുന്നതും നമ്മുടെ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ യാസീൻ മരിച്ച വീട്ടിൽ നിന്ന് ഓതുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നിന്ദയാകുമോ എന്ന് ഇത്ര ആളുകളെന്ന് അതിനെക്കുറിച്ച് പറയണം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. ഈ ഒരു വലിയൊരു മെസ്സേജ് ലോകത്തിന് മാതൃകയാക്കാവുന്ന ആദരവായ നബിയുടെയും ഖദീജ ബീവിയുടെയും മനോഹരമായ ഒരു മെസ്സേജ് എല്ലാ ആളുകൾക്കിടയിലും എത്തിച്ച ഇതിൻ്റെ നിർമ്മാതാവും ഡയറക്ടറും ഒക്കെ അഭിനന്ദനം അറിയിക്കുന്നവരാണ്. ഇത്ര കോടിക്കണക്കിന് ജനങ്ങളാണ് ഇത് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് ഈ സീൻ ഒരിക്കലും ഈ പടത്തിൽ നീക്കം ചെയ്യരുത് എന്നാണ് എൻ്റെ വളരെ വിനയപൂർവ്വം ഉള്ള ഒരു അപേക്ഷ. ഈ കാര്യത്തിൽ ശ്രീ റഫീഖ്, ഹൈദരാബാദിലുള്ള ആളുകൾക്കും മുംബൈയിലുള്ള ആളുകൾക്കും വിശേഷിച്ച് ചില ഇസ്ലാമിക പണ്ഡിത സഭകളിലുള്ള ആളുകൾക്കും ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അവരോട് ഇതിപ്പോൾ നമുക്കറിയാം മലബാറിൽ കഴിഞ്ഞ 40 വർഷമായി ഈ പാട്ടുണ്ട് എന്നും ഈ പാട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും. ഇത് ഒരു സിനിമയുടെ ഭാഗമായി ഉണ്ടായ പാട്ടല്ല എന്നെങ്കിലും അവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? അതെ. ഇത് ഈ മുഹമ്മദ് നബിയുടെ ഒരു വിവാഹ ആലോചനയെക്കുറിച്ചുള്ള ഒരു പാട്ടാണല്ലോ. ഇത് വളരെ മനോഹരമായ നിലയിൽ പ്രത്യേകിച്ച് ഇതിനെതിർക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം സ്റ്റേജിൽ നിന്നും ഒരു സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് ഒരു ഗായകൻ പാടുന്നതാണ് സീൻ. അത് കേൾക്കുന്ന സദസ്സിലുള്ള കുട്ടികൾ പലതരത്തിലും പ്രതികരിച്ചിട്ടുണ്ടാവാം. അവിടെ വെച്ച് ആ സ്റ്റേജിൽ വെച്ചൊരു നായകനോ നായികയോ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം പ്രവാചകനെ നിന്ദിച്ചു, മതത്തെ അവഹേളിച്ചു. ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ പല സ്റ്റേജുകളിലും പാടുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കാറുണ്ട്. സദസ്സിലുള്ളവർ പല രൂപത്തിലുള്ള ആളുകളും പല സ്വഭാവ രീതിയിലുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കാണും. അത് ഈ പാട്ടുമായിട്ട് അതിനെ കൂട്ടിക്കുഴക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഗാനം നമുക്ക് അഭിമാനമാണ്. ദയവ് ചെയ്ത് ഈ ഗാനം ഈ പടത്തിൽ നിന്നും നീക്കം ചെയ്യരുത്. നീക്കം ചെയ്യുമ്പോഴാണ് ബഹുമാനൻ അബ്ദുള്ള സാഹിബ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിഷേധങ്ങൾ അതിനെതിരെ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അതാണ് താങ്കളുടെ വാദം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ ഹൈദരാബാദിൽ ഒരു കൂട്ടം ആളുകൾ ഒരു പെറ്റീഷൻ കൊടുത്തു, അതിൻ്റെ പേരിൽ കേസെടുക്കുന്നു എന്നുള്ളതോ അവിടെ ഒവൈസിയുടെ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഇത് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങളെക്കാളും ഇവിടെ ഈ സിനിമയുടെ നിർമ്മാതാവിനെയും സംഗീത സംവിധായകനെയും അലട്ടുന്നുണ്ടാവുക ഇവിടെ എന്ത് പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരിക്കും. അവരത് തുറന്ന് പറയുന്നില്ല എങ്കിലും ഇപ്പോൾ അവർക്ക് മെസ്സേജുകൾ കിട്ടുന്നതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ പാട്ടിന് കീഴെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ കീഴെ ഒക്കെ വരുന്ന കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് പാടില്ലാത്തതാണ്, ഇതൊരു സിനിമയിൽ പാടില്ലാത്തതാണ് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ഒരു സംഘടനയും അതിന് നേതൃത്വം നൽകുന്നില്ലെങ്കിലും, ഒരു സംഘടനയും ഇത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അടിത്തട്ടിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അത് നെഗറ്റീവായി ബാധിക്കുമെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ഈ പാട്ട് പിൻവലിക്കാമെന്ന് തോന്നുന്നത്. ചെയ്യാൻ പറ്റില്ല. അഭിലാഷിന് അവിടെ നിന്ന് ഈ കോട്ടിട്ടത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ഷർട്ടിന്റെ ആദ്യത്തെ 1-2 ബട്ടൺ സഹിച്ചിട്ടേക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് ചർച്ച നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ ഈ പറയുന്നതിന് എന്താ അഭിലാഷ് യുക്തി ഉണ്ടോ എന്ന് നോക്കണ്ടേ? ഈ ഖുർആനെതിരായിട്ട് എന്തുണ്ടോ, മതത്തിനെതിരായിട്ട് എന്തുണ്ടോ, പ്രവാചകനെ നിന്ദിക്കുന്ന എന്തുണ്ടോ, അത് നമ്മൾ നിഷ്പക്ഷമായി നോക്കിയാൽ മതി. അപ്പം അങ്ങനെ ഉണ്ട്. അതൊക്കെ വളരെ കേരളത്തിൽ ഏറ്റവും സസൂക്ഷ്മമായി തന്നെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് നമ്മുടെ അബ്ദുള്ളക്ക. പിന്നെ വേറെന്താണ് നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഇവരാരും തന്നെ അബ്ദുള്ളക്ക നന്നായി സപ്പോർട്ട് ചെയ്തു. അബൂബക്കർ മുസ്ലിയാർ മറ്റാരും ഒരു സംഘടന ഇപ്പോൾ SDPI ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന, ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന, എന്നെ കണ്ടുവിടാത്ത ആളുകളാണ്. പക്ഷേ അവർ പോലും ഞാൻ മനസ്സിലാക്കിയത് ഈ വിഷയത്തിൽ ഒരു നെഗറ്റീവായിട്ട് പരാമർശമായിട്ട് വന്നിട്ടില്ല. അതിനെ അവർ അഭിനന്ദിക്കുകയും ചെയ്യാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്രിഞ്ചായിട്ട് ഏറ്റവും വലിയ അപകടമായി ചെയ്യാൻ കരുതുന്ന സംഘടനയാണ്. അപ്പം കേരളത്തിലെ മനസ്സവരുടെ ഒപ്പമാണ്. പക്ഷേ ചില ആളുകൾ ഇപ്പം IS-ന്റെ ഭാഗമായി കുറേ ആളുകൾ ഞങ്ങളൊക്കെ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ മദ്രസ പോയിട്ടുണ്ട്, ഞങ്ങളാരും IS പോയോ? അപ്പോൾ കുറച്ചാളുകൾ പോയി എന്ന് വിചാരിച്ചാൽ അത് ഒരു പൊതു സൈക്കായിട്ട് നമ്മൾ വിചാരിക്കേണ്ട. ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു എക്സാമ്പിൾ, ഇന്നലെ ഒരു ചർച്ചയിൽ കണ്ണൂർ, ഞാൻ കോൺഗ്രസ് CPM കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 പരാമർശം നടത്തിയിട്ടുണ്ടായി. ഒന്ന് അവിടെ ലോക്കലായിട്ടുള്ള CPM പ്രവർത്തകരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം. അതല്ലെങ്കിൽ
ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ ആരും ശ്രമിച്ചായിരിക്കും. ഏതായാലും പോലീസ് പ്രതികളെ കണ്ടെത്തുന്നവരെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഇത് ചില കോൺഗ്രസ്സുകാർക്ക് വിഷമായി അവർ ഫേസ്ബുക്കിലിട്ട് എന്നെ ചീത്ത പറഞ്ഞു. സത്യത്തിൽ ഞാൻ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ല. ഒരു ഇടതുപക്ഷക്കാരൻ എന്ന ഇതിൽ പറയാൻ പറ്റുന്നതിന് പരമാവധി ഇടതുപക്ഷക്കാരൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് എനിക്കിതൊക്കെ നിർത്താൻ പറ്റുമോ? എനിക്ക് അവരോട് ഞാൻ മാപ്പ് പറയില്ല, അന്ന് ഞാൻ തെറ്റിയത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അഭിലാഷേ, ഇതിനൊരു മിനിമം ലോജിക്കാണ്. നമ്മളെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളെ കൺവിൻസ് ചെയ്ത് പിന്നെ സിനിമ പോലെ ഒരുപാട് കാശ് മുടക്കുന്ന ഒരു വളരെ സോഫ്റ്റ് ടാർജറ്റാണ്. അതാണ് എല്ലാവരും എളുപ്പം ഇതിനെ അങ്ങോട്ട് പിന്നെ ടാർജറ്റ് ചെയ്യുന്നത്. അതൊരു സോഫ്റ്റ് ടാർജറ്റ് ആണ്. സിനിമാക്കാരെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഇപ്പോൾ ഈ സംവിധായകനും സംഗീത സംവിധായകനും ഒക്കെ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ആശയക്കുഴപ്പവും വ്യക്തമാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ഒ അബ്ദുള്ള, സിനിമ അനിസ്ലാമികമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, പാട്ട് തന്നെ അനിസ്ലാമികമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് ഹൈദരാബാദിലല്ല, കേരളത്തിലും ഉണ്ട്. അവരെ പോലെയുള്ള ആളുകൾ പ്രവാചകന്റെയും പ്രവാചക പത്നിയുടെയും പ്രണയം പാട്ടായും സിനിമയായും വരുന്നത് ശരിയല്ല എന്ന് നിലപാടെടുക്കുക എന്നുള്ളത് അസാധാരണമൊന്നുമല്ലല്ലോ. അങ്ങനെ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് സംവിധായകരും മറ്റും അങ്ങനെയുള്ള മെസ്സേജുകൾ കിട്ടുകയും ഇത് ഒഴിവാക്കപ്പെടണം എന്നവർ ആഗ്രഹിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലും ഈ പ്രശ്നം അഭിസംബോധന ചെയ്യാനുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇതില് നേരത്തെ പാട്ട് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് നിങ്ങളുടെ ഈ സ്കോർ വാർത്തയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഇമ്മ തന്നെ നിൽക്കുക എൻ്റെ മനസ്സ്. അതായത് സിനിമ പാടില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം യാഥാസ്ഥിക മതപണ്ഡിതന്മാരുണ്ട്. അവരുടെ അനുയായികൾ മുഴുവൻ പോയി സിനിമ കാണുന്നവരാണ്. സിനിമ ഹാളിന് പരിസരത്തൂടെ നടക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ആ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് വലിയ തോതിൽ സിനിമ ഉണ്ടാക്കാൻ സഹായിക്കുകയും സിനിമ കാണുകയും സിനിമ കാണുന്നതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ഇവിടെ ഒരു വിഭാഗം ഫോട്ടോ എടുക്കുന്നതിന്, മുജാഹിദുകൾ തന്നെ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് എതിരാണ്. അപ്പോൾ സിനിമ പാടില്ല, ഫോട്ടോ പാടില്ല, മറ്റേ പാടില്ല എന്നൊക്കെ പറയും. നമ്മൾ സിനിമക്ക് നിർത്തി പോവുക, പാട്ട് പാടില്ല, ഒന്നും പാടില്ല. ഈ പാട്ടിന്റെ ഈ ട്യൂണ് സിനിമയുടെ പേരിലായതിന്റെ പേരിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഗാനം എഴുതിയപ്പോൾ ട്യൂണ് സിനിമാ ഗാനത്തിന് ട്യൂണായിപ്പോയി എന്നതിന്റെ ഒറ്റ കാരണത്താൽ വല്ലാതെ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയാണല്ലോ ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. ഇതിന് നടക്കണം. ഈ പാട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പിന്നെ LP സ്കൂളിലെ കുട്ടിയാണ് എനിക്ക് പാടിത്തന്നത്. ഇത് ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും ചുണ്ടുകളിൽ മുഴങ്ങണം. അതിനുള്ള അവസരം എങ്ങാനും ഈ സംവിധായകന്മാരും അതുപോലുള്ള ആൾക്കാരും തീരുമാനിക്കുകയാണെങ്കിൽ അവർ മേലെ സിനിമ എടുക്കണ്ട. കാരണം ഇത്ര ചൈൽഡിഷ് ആയിട്ട്, ഇത്ര സില്ലിയായിട്ട് നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങരുത്. റൈറ്റ്, അതാണ് ശ്രീ ഔസേപ്പച്ചൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സോഫ്റ്റ് ടാർജറ്റാണ്. താങ്കൾ ഇതിൽ പൈസ മുടക്കിയ ആളാണ്. മതവിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രശ്നമായാൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു പക്ഷേ താമസിക്കാം, ഇതിൻ്റെ റിലീസ് നീണ്ടുപോകാം. ഇനി തിയേറ്ററിന് മുൻപിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ആത്യന്തികമായി ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ഭയമാണോ? ഭയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് പോലും എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് പാടില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ആരുടെയും വെറുപ്പിൽ വേണ്ട, ആരുടെയും ദുഃഖത്തിൽ വേണ്ട. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ പുറത്തെ ഒരു ഇതാണ് ഈ ഹൈദരാബാദ് അല്ലെങ്കിൽ ബോംബെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത്, ഞാനാണ് അങ്ങോട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, സാറേ നമുക്കിപ്പോൾ ഇത് തന്നെ വേണം എന്ന്. അല്ല, അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോൾ തിയേറ്ററുകൾക്ക് തീയിട്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട്, വടക്കൻ ജില്ലകളിൽ. അപ്പോൾ അങ്ങനെ സിനിമ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒമറിനല്ല മമ്മൂട്ടിക്ക് പോലും സിനിമയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ ഒരു അത്തരത്തിലുള്ള ഭീഷണികൾക്കൊക്കെ കീഴ്വഴങ്ങുകയാണെങ്കിൽ. അല്ല, ഭീഷണിക്ക് കീഴ്വഴങ്ങിയതല്ല, നമ്മുടെ ഒരു പാട്ട് കാരണം ഇങ്ങനെ ഒരു, നമ്മളിപ്പോൾ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തൊരു കാര്യം ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ഒരുപാട് ഭയങ്കര പ്രശ്നമായിട്ട് വരുമ്പോൾ മാനസികമായിട്ട് ഒരു ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു ഇതിലേക്ക് 1.5 കോടി പേര് കാണുകയും ചെയ്തു. അതെ, അല്ല, ഇപ്പോൾ സിനിമയെ സംബന്ധിച്ച് നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു. കാരണം ഇപ്പോൾ ഒരു പാട്ട് റിലീസ് ചെയ്യുന്നത് അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ പബ്ലിസിറ്റി, ഈ പടം എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ആ പർപ്പസ് എന്നുള്ളതിലുപരി ശരി, അത് അതിന്റെ വാണിജ്യപരമായ ആംഗിളാണ്. ഈ പാട്ട് എന്നുള്ളത് ഒരു കലാസൃഷ്ടിയാണല്ലോ. ആ കലാസൃഷ്ടിക്ക് കലാസൃഷ്ടിയുടേതായിട്ടുള്ള അസ്തിത്വം ഉണ്ടല്ലോ, അത് മാനിക്കാനുള്ള ബാധ്യത നിങ്ങളാണ് അതിന്റെ ക്രിയേറ്റേഴ്സ് എങ്കിലും നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പിൻവലിക്കുക? അല്ല, പിൻവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വേദനിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ മാസ് പെറ്റീഷനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹൈദരാബാദ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷാൻബായുടെ അടുത്ത് ഇങ്ങനെ ആലോചിച്ചു, ഔസേപ്പച്ചൻ സാറിൻ്റെ അടുത്ത് ആലോചിച്ചു. അപ്പോൾ പ്രൊഡ്യൂസറും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ, ഇതിപ്പോൾ ഇങ്ങനെ നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് ഇങ്ങനെ ഇതാവുകയാണെങ്കിൽ പിന്നെ
അതൊരു സംഭവം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ എനിക്ക് കുറേ മെസ്സേജുകൾ എനിക്ക് വാട്സപ്പിൽ വന്നു. എന്താണ് ഈ മെസ്സേജുകൾ പറയുന്നത്? മെസ്സേജുകൾ അത് മലയാളികൾ തന്നെയാണ് അയക്കുന്നത്. മലയാളികൾ അയക്കുന്നത് മെസ്സേജ് ഇങ്ങനെ സിനിമ പ്രവാചകനെ നിന്ദിക്കലാണ്, അല്ലെങ്കിൽ ഈ പാട്ട് ഉൾപ്പെടുത്തി അവിടെ കണ്ണടച്ച് കാണിക്കുന്ന സീൻ പ്രവാചക നിന്ദയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് ഉസ്താദന്മാരുടെ മെസ്സേജും അതും ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്താറുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇത് ഇവിടുത്തെ പണ്ഡിതന്മാർ ഇതെങ്ങനെ എടുത്തിട്ടില്ലെന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല. പണ്ഡിതന്മാരൊന്നും സംസാരിച്ച് കണ്ടതായി എൻ്റെ ഓർമ്മയിലില്ല. ഇല്ല. പക്ഷെ അപ്പം ഇന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഇതായി. ഇനി ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് യാതൊരു ഇതുമില്ല. ഞങ്ങൾക്കും അഭിമാനമായിട്ടുള്ള ഒരു പാട്ടാണിത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും റീച്ച് കിട്ടിയ ഇതൊക്കെ ആയിട്ടുള്ള ഒരു പാട്ടാണിത്. ഫൈൻ. ശ്രീ ഷാൻ റഹ്മാൻ, ഒരു കലാകാരൻ്റെ ആവിഷ്കാരം തടയപ്പെടുക എന്നുള്ളത് ഫാസിസമാണ്. അത് നമ്മൾ തസ്ലീമ നസ്രിയുടെ കാര്യത്തിൽ, സൽമാൻ റുഷ്ദിയുടെ കാര്യത്തിൽ, MF ഹുസൈൻ്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. സഞ്ജയ് ലീല ബൻസാലിയുടെ കാര്യത്തിൽ ആ സിനിമ എത്ര മോശമാണ് എന്നുള്ളത് വിട്ടേക്കൂ, എല്ലാ ആളുകളുടെ കാര്യത്തിലും, ഇവിടെ സനൽകുമാർ ശശിധരൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഭീഷണിയുമായി വരുന്ന ആളുകളുടെ മുൻപിൽ കീഴടങ്ങി കൊടുത്താൽ നാളെ ഏത് കാര്യത്തിനും ഭീഷണിപ്പെടുത്തും. അല്ല, ഇത് ഇപ്പം വെറുതെ ഫോണിലൂടെയുള്ള ഭീഷണി അല്ലെങ്കിൽ ഫോണിലൂടെയുള്ള ഒരു SMS പരിപാടികളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ അത് ഇത്രയും നാളും പാട്ട് റിലീസായ അന്ന് തൊട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെറ്റിഷൻ എന്ന് പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇതിനിപ്പോൾ വേറൊരു തലത്തിലേക്ക് പോവോ, നമുക്കിത് വേണോ, നമുക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ സിനിമയ്ക്ക് വേണ്ട ഒരു സംഭവം ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടിയിരുന്നത് നാച്ചുറലി ഈ പടത്തിൻ്റെ ഒരു ഫീൽ എന്താണെന്നുള്ളത് ഓഡിയൻസിലേക്ക് എത്തിക്കുക. ഭയങ്കര ബ്രീസി ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്, ഭയങ്കരമായ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഫീൽ ഇപ്പോൾ ഓൾറെഡി ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അതൊരു കച്ചവടപരമായ ആംഗിളാണ്. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ഫീൽ എന്താണെന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ എത്തിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളെ ഇപ്പോൾ ഈ പാട്ടെടുത്ത് കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളൊന്നും ബാധിക്കുന്നില്ല. നമ്മൾ റെസ്പെക്റ്റ് കാണിച്ച ഒരു 2 പേരുണ്ട്, നമ്മൾ ട്രിബ്യൂട്ട് ചെയ്ത 2 പേരുണ്ട്. നമുക്ക് ഇത് ഏതൊരു അവസ്ഥയിലും ഉമറിനിപ്പോൾ എന്നോട് പറയാം, നമുക്കിവിടെ ഒരു പുതിയ പാട്ട് ചെയ്യാം. പുതിയ പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കോലാഹലങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല, പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല, ഒന്നുമില്ല. നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത 2 പേരുണ്ട്, അവരെ മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ. ശരി, അതാണ് ശ്രീ PMA ജബ്ബാർ ടെലിഫോൺ ലൈനിൽ സൗദി അറേബ്യയിൽ നിന്ന്. ശ്രീ PMA ജബ്ബാർ, താങ്കൾ 4 പതിറ്റാണ്ട് മുൻപ് 1975 ശേഷമുള്ള കാലഘട്ടത്തിൽ എഴുതിയ പാട്ടാണ് ഇപ്പോൾ സിനിമയിൽ വരികയും അത് ഒരുപാട് ആളുകൾ, കേരളം മാത്രമല്ല ഇന്ത്യയിലാകെ പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നത്. ആ പാട്ട് മതനിന്ദ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ ആരോപിക്കുന്നത്. താങ്കൾക്ക് അതിനോട് എന്താണ് പറയാനുള്ളത്? അത് മതനിന്ദ ഉണ്ടാകുന്ന ഒരു പ്രശ്ന പാട്ടിൽ വരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജബ്ബാർ, താങ്കൾ ഈ പാട്ട് എഴുതിയതിന് ശേഷം മുൻപ് എപ്പോഴെങ്കിലും സമാനമായ അനുഭവം, അതായത് ഖദീജ ബീവിയെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഇങ്ങനെ അവരുടെ പ്രണയത്തെക്കുറിച്ച് പാട്ട് എഴുതാൻ പാടില്ല, അങ്ങനെ പാട്ട് എഴുതുന്നത് ശരിയല്ല എന്നാരെങ്കിലും പറയുകയോ താങ്കളോട് അങ്ങനെ ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ കുറിച്ച് പാടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. പണ്ട് അതായത് ഈ പാട്ടൊക്കെ വളരെ പ്രചാരം നേടുന്ന സമയത്ത് മലബാർ ഭാഗത്തൊന്നും ഇത് കേട്ട ആളുകൾക്കും പാടിയ ആളുകൾക്കും ഒന്നും അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ലല്ലോ, അല്ലേ? ഇല്ലില്ല. താങ്കൾക്ക് അത് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല? മോഹം ഉദിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകനെ മതമൗലികവാദികൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ ഒരു പാട്ട് മാത്രമല്ല, നിരവധി പാട്ടുകൾ, എനിക്ക് കൃത്യമായി ഇതിൻ്റെ ലിറിക്സ് ഒന്നും അറിയില്ലെങ്കിലും പ്രണയം തുടിക്കുന്ന പ്രണയാർദ്രമായ ധാരാളം മാപ്പിള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മലബാറിൽ അത് പാടുന്നത് പലയിടങ്ങളിലും കേട്ടിട്ടുമുണ്ട്. അത് കാസറ്റുകളായൊക്കെ, കാസറ്റിൻ്റെ കാലത്ത്, ആ കാലഘട്ടത്തിൽ ഈ ടേപ്പ് റെക്കോർഡറിൻ്റെ കാലത്ത് കാസറ്റുകളിലായിട്ട് അത് വലിയ ഹിറ്റുകളായിരുന്നു. പക്ഷേ സിനിമാ പാട്ടുകളെക്കാളും വലിയ ഹിറ്റുകളായിട്ട് മാപ്പിള പാട്ടുകൾ ഓടിയ കാലം താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ശ്രീ ഫക്രുദ്ദീൻ അലി. പക്ഷേ ഇപ്പോൾ ഇതെന്താണ് പ്രശ്നമായി വരുന്നത്? പണ്ട് ഇല്ലാതിരുന്ന പ്രശ്നം, ഈ കേരളത്തിലെ ഒരു മാപ്പിള സംസ്കാരം അല്ലെങ്കിൽ മുസ്ലിം കൾച്ചറിൻ്റെ ഒരു ഭാഗമായിരുന്നു പാട്ട്. ഇപ്പോൾ അതിനെയൊക്കെ ഉല്ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ വേണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളെങ്കിലും അങ്ങനെയുള്ള ഒരു ചിന്താഗതി വളർന്നു വരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു വശത്തുകൂടി നമ്മൾ കാണേണ്ടതല്ലേ? മുൻപില്ലാതിരുന്ന പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? അല്ല, ഇതെന്ന് വെച്ചാൽ തീവ്ര ചിന്താഗതി പതുക്കെ നാമ്പെടുക്കുന്നുണ്ട്. അത് പുറത്തുനിന്ന് നാമ്പെടുത്തിട്ട് പയ്യസ് ആണെങ്കിലും പുറത്തുള്ള ആളുകളുമായി ഇപ്പം അബ്ദുള്ളക്ക ഒന്നും പഠിപ്പിച്ചു കൊടുത്ത് ഖുർആൻ പഠിച്ച പിള്ളേരല്ല IS പോയത്. ഇന്റർനെറ്റ് വഴി മറ്റ് ഇസ്ലാം പഠിച്ചിട്ടുള്ള അങ്ങനത്തെ ആളുകൾ, റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ആളുകളാണ് പോയത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ ന്യൂ ജനറേഷനിലുള്ള പിള്ളേരെ പുതിയ ജനറേഷൻ അതിരിക്കുന്നുള്ള ഒരു പ്രശ്നമാണ്.
അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ സമുദായം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അതിന്റെ ഭാഗമാണ് ഇത്. ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ താത്താമാരുടെ കല്യാണത്തിനൊക്കെ ഇതിലും ഭീകരമായ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള. അത് മലബാറിലെ ട്രഡീഷനാണ്. അവിടെ ഓരോ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കവി ഉണ്ടാവും, ആ പാടുന്ന ഒരാളുണ്ടാവും, ഒരു ഓർക്കസ്ട്ര ഉണ്ട്. അതാ നമ്മുടെ അവിടുത്തെ ഒരു ട്രഡീഷനാണ്. ഞാൻ JNUലൊക്കെ പോയി IAS ഒക്കെ കിട്ടും എന്നുള്ള ഫീലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഭയങ്കര ആക്സിഡൻസ് കിട്ടിയ സമയം ഉണ്ടായിരുന്നു. അതേപോലെ നമ്മളൊക്കെ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളേക്ക് നമ്മളാണ് രാജകുമാരൻ, എന്നാണ് എക്സൈറ്റഡ് ചെയ്ത ഒരു ഘടകത. പക്ഷെ അതല്ലാന്ന് അവിടെ ഈ പാട്ട് എഴുതിയൊരു കവിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ പാട്ട് പാടുന്ന ആളെ വന്നാൽ അവര് താരാ, പിന്നെ നമ്മളൊന്നും ഒന്നുമല്ല. അതവിടെ ട്രഡീഷനാണ്. വേണ്ട വിധത്തിൽ എനിക്കൊന്നും അക്കാദമിക്കലി ഒന്നും പഠിക്കാത്തോ ഇങ്ങനെയുള്ള ഒരുപാട് കവികൾ, വലിയൊരു ട്രഡീഷൻ, ഗായകർ അവിടെ ഉണ്ട്, വലിയൊരു പാട്ടുശാഖ തന്നെ ഉണ്ട് കോഴിക്കോടും കണ്ണൂർ ആ ഒരു റീജിയനിലായിരുന്നു. അത് എസ്പെഷ്യലി പഠിക്കേണ്ട വിഷയമാണ്. പിന്നെ എനിക്ക് ഇതിന്റെ സംഗീത സംവിധായകന് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ കാണുന്നത് നിങ്ങളുടെ സൈഡും പിന്നെ ഈ ഇതിന്റെ ഗായകന്റെയും അതുപോലെ തന്നെ എഴുത്തുകാരന്റെയും എന്ന നഷ്ടവും മാത്രമാണ്. പക്ഷെ ഞങ്ങൾക്കാണ് നഷ്ടവും. കാരണം എന്താ പറയുക, നിങ്ങളിങ്ങനെ പിന്നെ ഇവരുടെ മുന്നിൽ മുട്ടുമടക്കുമ്പോൾ ഇവർ നാളെ എൻ്റെയൊക്കെ കഴുത്തിനെ പിടിക്കാൻ പോവുക, എൻ്റെ അബ്ദുള്ള ഖാൻ്റെയൊക്കെ ഞങ്ങൾ നിലപാടെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇവർക്ക് ഇത് വലിയൊരു പ്രോത്സാഹനമാണ്. ഇങ്ങനെ സംഭവം എടുത്ത് വന്ന് ഒരു സിനിമ ഞങ്ങൾ മുടക്കി, പിന്നെ ഈ ഫക്രുദ്ദീൻ അലി അബ്ദുള്ളയൊക്കെ ആരാന്ന് അവർ ചോദിക്കും. അത് പതുക്കെ കയറും. ഇന്ന് IS കേരളം എല്ലാ സംഘടനകളും എതിർക്കുക. പതുക്കെ അവനൊക്കെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ദയവേത് നിങ്ങൾ അവർക്ക് പ്രോത്സാഹനം ഉണ്ടാക്കരുത്, കൊടുക്കരുത്. ഞങ്ങളുണ്ട് നിങ്ങളവിടെ. നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ സംവിധായകന്റെ ഹാപ്പി വെഡിങ് ചങ്സ്, ഈ സിനിമയൊക്കെ ഞാൻ കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്ക്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ സിനിമ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് ഈ വിഷയത്തിൽ. ശരി, ഈ വിഷയത്തിൽ ഉണ്ട്. അവിടെയാണ് ശ്രീ ഷാൻ റഹ്മാൻ ഒന്ന് വഴങ്ങിക്കൊടുത്താൽ, നിങ്ങളിപ്പോൾ വഴങ്ങിക്കൊടുത്താൽ നാളെ പലർക്കും വഴങ്ങിക്കൊടുക്കേണ്ടി വരും. ഓരോ ഫ്രിഞ്ച് എലമെന്റ്സ് 10 പേരെ ഉണ്ടാവുകയുള്ളൂ. മഹാഭൂരിപക്ഷം മറ്റേ പക്ഷത്തായിരിക്കും. പക്ഷേ ആ 10 പേർക്ക് അവർ വരച്ച വരയിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് വന്നാൽ ഈ നാടിനാണ് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നാളെ ഏത് കലാസൃഷ്ടിക്കും, ഒരു പുസ്തകത്തിന്, ഒരു ചിത്രത്തിന്, ഒരു സിനിമയ്ക്ക്, ഒരു പാട്ടിന്, ആർക്കും ഈ ദുരനുഭവം ഉണ്ടാകാം. അതെ, അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് ഞാൻ വിളിച്ചു ഇവരെല്ലാവരും നമുക്ക് എതിരെ സംസാരിക്കാൻ പോകുന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഞാനുണ്ടായിരുന്നു. ഇതിപ്പോ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഒരു പേടി അതായിരുന്നു. ഇതിപ്പോ ഇവരെല്ലാവരും നമുക്കെതിരെയാണോ? ഇത്രയും ആളുകൾ സപ്പോർട്ട് കാരണം പിന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. എങ്ങനെ സപ്പോർട്ട്, സത്യം ഇതിപ്പോ വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ധൈര്യം എനിക്കിപ്പോ നല്ല ധൈര്യം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീരുമാനം വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അല്ല, ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ലേ, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ശരി, അതാണ് ശ്രീ അബ്ദുള്ള. നോക്കൂ, ഇവർ പേടിച്ചിരിക്കുന്നത് ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ചില വാട്സാപ്പ് മെസ്സേജുകളും മറ്റ് മെസ്സേജുകളും ഒക്കെ കിട്ടുന്നു. ആളുകൾ ഇത് പിൻവലിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം അടിത്തട്ടിൽ നടക്കുകയാണ്. സംഘടനകളും മുസ്ലിം പൊതു പ്ലാറ്റ്ഫോമുകളും എന്ത് നിലപാടെടുക്കുമെന്ന് ഈ നിമിഷം വരെയും ഇവരെ സംബന്ധിച്ച് അറിയില്ല. പക്ഷേ ആശങ്കയുണ്ട്, പണ്ഡിത സമൂഹമൊക്കെ ഈ പാട്ട് ഒഴിവാക്കണം എന്ന് പറയുമോ എന്ന്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ ആ തരത്തിലുള്ള ഒരു പ്രതിഷേധം, ഇത് അനിസ്ലാമികമാണ്, ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇവർ പാട്ട് പിൻവലിക്കാനുള്ള തീരുമാനം മാറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അവർക്ക് ആവശ്യമാണെങ്കിൽ ഏതാണ്ട് ഒരു 5-10 ലക്ഷം ആളുകൾ ഒപ്പിട്ടതായ ഇത് തുടരണം, ഈ പാട്ട് നിലനിർത്തണം എന്ന് പറയുന്നതായ മുസ്ലിം സമുദായത്തിലെ എലീറ്റ് ക്ലാസ്സിനോട്, മതപരമായ നല്ല വിവരമുള്ള പാണ്ഡിത്യമുള്ള ആൾക്കാരുടെ ഒപ്പ് നമ്മൾ വാങ്ങിക്കൊടുക്കാം. 2, ഇവർ പാട്ടിനെ പറ്റി അതിനെ പ്രവാചകൻ നിന്ദ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവർ വട്ടമിട്ട് ഇരുന്നു കൊണ്ട് മുസ്ലിം സമുദായത്തിലെ യാഥാസ്ഥിക വിഭാഗം സ്ഥിരമായി രാത്രികളിൽ മറ്റും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ചില മൗലൂദ് മാലകളുണ്ട്. അതിന് പ്രവാചകനല്ല നിന്ദിക്കുന്നത്, ദൈവത്തിനാണ് നിന്ദിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് ഈ മുഹ്യദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ ഇറാഖിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ദൈവം ചെയ്യാറുള്ളത്. ഇപ്പൊ കാന്തപുരത്തിന്റെ കാര്യത്തിൽ അത് അനുകരിച്ചതാ. ഇപ്രകാരം ദൈവത്തിനെ നിന്ദിച്ചുകൊണ്ട് ഓരോ രാത്രി മുസ്ലിം വീടുകളിൽ ചെല്ലുന്ന പാട്ടുകൾ, അതിനർത്ഥം എന്ന് പേര് പറയട്ടെ, ഇവിടെ പ്രവാചകൻ പ്രേമിച്ചു എന്നിവിടെ പറയുന്നില്ല. മോഹമുദിച്ചു എന്ന് പറഞ്ഞ ഖദീജക്ക് മോഹമുദിച്ചതാ. ഖദീജ പിന്നെ പ്രവാചകനല്ല, അന്ന് പ്രവാചകന്റെ ഭാര്യയുമല്ല. പിന്നീട് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടല്ലേ സംഭവം നടക്കുന്നത്, പ്രവാചകനാകുന്നത്. പിന്നെ എന്താ അടിസ്ഥാനത്തിലാണ്? അതുകൊണ്ട് എന്തോ ഒരു കാരണം കിട്ടിയാൽ പിൻവലിച്ച് ഓടാമായിരുന്നു എന്നാണോ ബഹുമാനപ്പെട്ട സംവിധായകൻ വിചാരിക്കുന്നത്? എങ്കിൽ അക്കാര്യം തുറന്നു വരണം. ഒരു കാരണം കിട്ടിയാൽ എനിക്ക് ഈ സിനിമ പിൻവലിക്കാം, സിനിമയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രം. അതേമാതിരി ആരെയും വേദനിപ്പിക്കാതെ എന്തെങ്കിലും ഒരു കാര്യം ലോകത്ത് നടന്നിട്ടുണ്ടോ? ഒരു പ്രസവം അല്പം രക്തം അതിന് ഒഴുകൂലേ? അതുകൊണ്ട് ഞാൻ പ്രസവിക്കില്ല, രക്തം ഒഴുകും, ഞാൻ പ്രസവിക്കില്ല എന്ന് ഇനി ഏതെങ്കിലും സ്ത്രീകൾ പറയോ? അതുപോലെ അല്ലാതെ ഇപ്പൊ എന്താ പറഞ്ഞതിനർത്ഥം?
അതുകൊണ്ട് ബോൾഡായിരിക്കുക, ധീരമായി മുമ്പോട്ട് പോവുക. ഇവിടുത്തെ എല്ലാ മതേതര ശക്തികളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ശരി, അതാണ് ശ്രീ ഒമർ, താങ്കളാണ് തീരുമാനം പറയേണ്ടത്. ഇത് പിൻവലിക്കാമെന്നും പിൻവലിക്കില്ല എന്നും പറഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾ വിചാരിക്കുക ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഞാൻ സ്റ്റേജ് മാനേജ് ചെയ്ത പരിപാടിയാണ് എന്നാണ്. സീരിയസ്ലി. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബേസിക്കലി ഇന്നിപ്പോൾ ഉച്ച മുതലാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഇത് പാട്ടിറങ്ങി അന്ന് മുതൽ രാത്രി മുതൽ വന്നു തുടങ്ങിയിരുന്നു, പക്ഷെ നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ 1-2 മെസ്സേജുകൾ ഇടയ്ക്ക് വരും, പിന്നെ ഇതിലിടയ്ക്ക് മോശം കമൻസ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് ഉച്ച മുതൽ ഹൈദരാബാദ് ഇങ്ങനെ ഒരു ഭയങ്കര വിഷയമായി പോകുന്നു. അതുപോലെ മുംബൈയിൽ ഭയങ്കര ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ ന്യൂസ് വന്ന വഴിക്ക് തന്നെ ഇവിടുന്ന് പിന്നെ ഒരുപാട് മെസ്സേജായി. മറ്റേത് ഇടയ്ക്കാ മെസ്സേജ് വന്നിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ നിന്നും കുറേ മെസ്സേജുകൾ വന്നു തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മൊത്തം മതപണ്ഡിതന്മാരും എല്ലാവരും നമുക്കെതിരെയാണോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ ആകെ ഡൗട്ടായിപ്പോയി ഇതെന്ത് നമ്മൾ ചെയ്യണം. എല്ലാവരും, ഞാൻ ബേസിക്കലി ഇതൊരു മലബാറുകാർക്ക് ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ചെയ്തത്. അവരുടെ ഇടയിൽ ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന ഒരു സോങ്ങാണ്. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഇത് വന്നത്. ഇതിപ്പോൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും കാരണം ഇപ്പം ഇന്ന് നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഈ പാട്ടിനെ കുറിച്ച് ഒരുപാട് പേര് പല ഭാഗത്തുനിന്നും വിളിക്കുന്നു, പല ഇൻ്റർവ്യൂസ്. ഇപ്പം ഇതിൻ്റെ സംഗീത സംവിധായകൻ റഫീഖും ഞാനും കൂടെ ഒരുമിച്ച് ഇന്ന് രാവിലെ പോലും ഞങ്ങളൊരു ഇൻ്റർവ്യൂ ദുബായ് FM എന്ന് വിളിച്ചിട്ട് നമ്മളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് പരസ്പരം. അപ്പം ഇന്ന് ഉച്ച തൊട്ട് വരുന്ന ഫോൺ കോൾസിൻ്റെ കളറൊന്ന് മാറി. അവർ നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല, അങ്ങനെ ഒരു കേസ് കൊടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ താജുക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഒമർ ഭയങ്കര ടെൻഷനിലാണ് എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് നമുക്ക് വൈകിട്ട് ലുലുവിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ അഡാർ ലവിൻ്റെ ഫംഗ്ഷൻ തന്നെയായിരുന്നു. ഞാൻ നേരെ ആ വെന്യൂലേക്ക് എത്തി. അപ്പോൾ ഒമർ അതുപോലെ താജുക്ക ബാക്കിയുള്ള നമ്മുടെ കുട്ടികളെല്ലാവരും തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ ഇരിക്കുകയാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താജുക്ക എന്നോട് പറഞ്ഞു ഒമർ ഭയങ്കര ടെൻഷനിലാണ്, നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് ഇവിടുന്ന് നേരെ ഹോട്ടലിലേക്ക് പോയി. ഞാൻ ഒമറിനെ നോക്കുമ്പോൾ ആകെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കാരണം എന്ന് വെച്ചാൽ ഇത് ഇന്ന് ഫ്രഷായിട്ട് നടന്ന ഒരു എപ്പിസോഡാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉമർ ഇങ്ങനെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഉമറെ ടെൻഷൻ അടിക്കണ്ട, നമുക്കിപ്പം ഇത് കാരണം ഇപ്പോൾ വാട്ടിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വരും, ധൈര്യമായിട്ട്. കാരണം അവിടെ ലുലുവിൽ അവിടെ പരിപാടി തുടങ്ങാൻ ലേറ്റായി ഒരു 2-3 മണിക്കൂർ 2-2.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഹോട്ടലിൽ തന്നെ ഇരിക്കുകയാണ്. ഞാനൊന്ന് വ്യക്തത വരുത്തി ചോദിച്ചാൽ കേരളത്തിലെ മത സാമുദായിക നേതൃത്വങ്ങൾക്ക് പ്രശ്നം ഇല്ല എങ്കിൽ, അതായത് അവരൊരു എതിർപ്പ് ഉണ്ടാക്കിയില്ല എങ്കിൽ ഈ പാട്ട് പിൻവലിക്കില്ല. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രം പിൻവലിക്കും. പ്രശ്നമുണ്ട്, എനിക്കിപ്പം ഫൈൻ. അതാണ് ശ്രീ ഫക്രുദ്ദീൻ അലി. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഇതിനൊരു രാഷ്ട്രീയമുണ്ട് ശ്രീ ഫക്രുദ്ദീൻ. നോക്കൂ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വളരെ മുൻപ് നടത്തിയിട്ടുള്ള അഭിമുഖത്തിലെ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അത് സാംസ്കാരികമായി മാപ്പിളയായിരിക്കുന്നതാണ് നല്ലത് എന്നാണ്. അങ്ങനെ ഒരു സാംസ്കാരിക സ്വത്വമുണ്ട് മലയാളി മുസ്ലിമിന്, മലബാറിലെ മുസ്ലിമിന്. അതിനെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള സാംസ്കാരിക സമീകരണം, കൾച്ചറൽ ഹോമോജനൈസേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ? മാപ്പിള രാമായണം ഉണ്ടായിട്ടുള്ള നാടാണ് നമ്മുടേത്. എത്രയധികം പാട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെയുള്ള കലാരൂപങ്ങൾ, മാപ്പിള കലാരൂപങ്ങൾ, അങ്ങനെ ഒരു മാപ്പിള കൾച്ചറും മാപ്പിള സ്വത്വവുമുള്ള നാടാണ്. അതിനെയൊക്കെ അപ്രസക്തമാക്കുന്ന വിധത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഹോമോജിനിറ്റി എന്ന രാഷ്ട്രീയ പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ടോ? അത് തീർച്ചയായും ഉണ്ട് അഭിലാഷേ. കേരളത്തിലെ മുസ്ലിംസിനിടെ നവോത്ഥാനം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് സലഫിസം. അതിന്റെ മിതമായ രൂപത്തിൽ ലോകത്ത് എവിടെയും ആക്സെപ്റ്റബിൾ ആയെന്ന് നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ഫോം ഉണ്ട്. ആ എക്സ്ട്രീം ഫോം ഇപ്പം മാർക്സിസത്തിന്റെ CPM-ന്റെ എക്സ്ട്രീം ഫോമാണ് നക്സലിസം എന്ന് പറയുന്ന പോലെ. ആ എക്സ്ട്രീം ഫോമിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് IS പോലെയുള്ള ഭീകരവാദത്തിലേക്കും അതുപോലെ അൽഖയ്ദയിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ പതുക്കെ ഈ ലോകത്തുള്ള മുസ്ലിംസ് എല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടാക്കി. ഈ ഗൾഫിന്റെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിന്റെ നെഗറ്റീവായിട്ടുള്ള സ്വാധീനത്തെ കേരളത്തിലെ യങ് ജനറേഷന്റെ അടുത്ത് എത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും നിർഭാഗ്യപരമായ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അറിഞ്ഞോ അറിയാതെയോ ഈ എക്സ്ട്രീം സലഫിസത്തിന്റെ ഭാഗമായി പോകുകയും അവരെ പല കാര്യങ്ങളും, ഈ പർദ്ദ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം കാന്തപുരം ഉസ്താദ് വളരെ കൃത്യമാണ്. മാപ്പിള കൾച്ചർ നമ്മൾ ഉയർത്തിപ്പിടിക്കുക, സലഫികളുണ്ട്, സാരി നമ്മൾ ഉയർത്തിപ്പിടിക്കുക, അതുപോലെ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിംസിന്റെ സെക്യുലർ ആയിട്ടുള്ള കോസ്മോപൊളിറ്റൻ കൾച്ചർ നമ്മൾ ഉയർത്തിപ്പിടിക്കുക. നമുക്കിതിനെല്ലാം ഉൾക്കൊണ്ടാണ് മുന്നോട്ട്. പക്ഷേ അതാണ് എന്തായാലും അഡാർ ലവ് സ്റ്റോറി എന്ന സിനിമയിലെ പാട്ട് നീക്കം ചെയ്താൽ അത് കേരളത്തെ സംബന്ധിച്ച്
തീവ്ര മതപ്രസ്ഥാനങ്ങൾക്ക് ഫ്രിഞ്ച് എലമെന്റ്സിന് മുൻപിൽ കീഴടങ്ങലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പാട്ട് നീക്കം ചെയ്യുക എന്ന തീരുമാനത്തിൽ നിന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പിന്നോട്ട് പോകട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി ശ്രീ ഒമർ, ശ്രീ ഷാൻ, ശ്രീ ഔസേപ്പച്ചൻ, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ഒ അബ്ദുള്ള, ശ്രീ PMA ജബ്ബാർ, ശ്രീ റഫീഖ് തലശ്ശേരി ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.